കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അംഗീകാരമില്ലാത്തതും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്നതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും തടയാൻ മലിനീകരണ നിയന്ത്രണ ബോർഡും തദ്ദേശ സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇടയ്ക്കിടെ പരിശോധന നടത്തണം. ചട്ടപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് 3 മാസത്തിനകം വികസിപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കൈകാര്യ ചട്ടപ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും വിൽക്കുന്നതും തടയണമെന്ന് ആവശ്യപ്പെട്ടു. മലപ്പുറം സ്വദേശി KV സുധാകരൻ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ്. ആവശ്യത്തിന് ചട്ടങ്ങളുണ്ടെങ്കിലും ലംഘനം വ്യാപകമാണെന്ന് കോടതി കുറ്റപ്പെടുത്തി. അനധികൃത സ്ഥാപനങ്ങൾ വ്യാജ ലേബലിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെയും പരിസ്ഥിതി ശുചിത്വത്തെയും മാലിന്യ സംസ്കരണത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് കോടതി പറഞ്ഞു.